കൊടിയത്തൂർ കാരാട്ട് കൊയ്ത്തൊഴിഞ്ഞ പാടത്തെ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവ്. 2 മാസം മുമ്പ് ആരംഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് നാട്ടുകാരും ആഘോഷമാക്കി. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു. 2 മാസം മുമ്പ് കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് പാടത്ത് 3 കർഷകരുടെ നേതൃത്വത്തിലിറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. 5 വ്യത്യസ്ത ഇനം തണ്ണിമത്തനായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നത്. കൊടിയത്തൂർ കാരാട്ട് പാടത്ത് 8 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ജൂബിലി കിങ്, കിരൺ, ഓറഞ്ച് മഞ്ച്, യെല്ലോ മഞ്ച്, ജിയ എന്നീ 5 ഇനങ്ങളാണ് കൃഷി ചെയ്തിരുന്നത്. മലപ്പുറം ജില്ലയിലെ മപ്രം സ്വദേശി സലീം, എളമരം സ്വദേശി ഒസി അലി, കോഴിക്കോട് ജില്ലയിലെ കണ്ണിപ്പറമ്പ് സ്വദേശി ഗോപിനാഥൻ എന്നിവരാണ് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയിരുന്നത്. കീടനാശിനികൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. കളശല്യമില്ലാതെ മണ്ണിലെ ജലാംശം നിലനിർത്തുന്നതിനായി മൾച്ചിങ് ഷീറ്റ് രീതിയിലായിരുന്നു കൃഷി. കാലാവസ്ഥയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും കൃഷി വലിയ വിജയമായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. നമ്മൾ കൊടിയത്തൂർ പാടത്ത് 2 മാസം മുമ്പാണ് ഇത് ഇവിടെ തൈ നടൽ ഉദ്ഘാടനം കഴിച്ച്. അതോടൊപ്പം നമുക്ക് കാലാവസ്ഥ ഒരു 2 മഴ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് തന്നെ ജനങ്ങളെല്ലാവരും ഇവിടെ എത്തിയ എല്ലാ ആവശ്യത്തിലാണ്. നല്ല വിളവെടുപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇപ്പോൾ 5 വെറൈറ്റിയിലാണ്. 7 വെറൈറ്റി ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ചെയ്തത് 5 വെറൈറ്റിയാണ്. യെല്ലോ മഞ്ച്, ഓറഞ്ച് മഞ്ച്, ജിയ, നമ്മുടെ സാദാ കിരണ്, നാംദാരി, ഇത് 5 ഇനങ്ങളാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി നാട്ടുകാർക്ക് കൊടുക്കാന്നുള്ള ലക്ഷ്യം തന്നെയാണ്. 40,000 തൈകളാണ് കൃഷി ചെയ്തിരുന്നത്. പ്രാദേശികമായി തണ്ണിമത്തൻ അത്ര സുലഭമല്ലാത്ത സമയത്താണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഇവർ 5 ഇനങ്ങൾ കൃഷി ചെയ്തത്. നമ്മൾ ജൈവ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളങ്ങൾ, രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കീടനാശിനികൾ പൂർണ്ണമായിട്ടും 100% ഉപയോഗിക്കാതെ തന്നെയാണ് ഇവിടെ നമ്മൾ വിളവെടുത്തിട്ടുള്ളത്. കാരണം കാണാൻ നമുക്ക് സ്റ്റിക്കുകൾ, യെല്ലോ സ്റ്റിക്ക്, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലൂ സ്റ്റിക്ക്, ഫിറോമോൺ ട്രാപ്പ്, ഇത്തരം കെണികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കീടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ വിളവെടുപ്പ് സാധ്യമാക്കിയിട്ടുള്ളത്. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ഹെക്ടറിന് 1 ലക്ഷം രൂപ തോതിൽ സബ്സിഡിയും ലഭിക്കും. കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കസ്ന ഹമീദ്, ആയിഷ ചേലപ്പുറം, പഞ്ചായത്ത് അംഗങ്ങളായ എം പി ജുമൈല, ടി പി ഷറഫുദ്ദീൻ, കെ വി നിയാസ്, പ്രേമ കോട്ടമ്മൽ, മുഹമ്മദ് യൂസഫ്, മുൻ മെമ്പർ ടി കെ അബൂബക്കർ, എ പി മുജീബ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിളവെടുത്ത തണ്ണിമത്തൻ വയലിൽ വെച്ച് തന്നെ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നുണ്ട്. പല നിറങ്ങളിലുള്ള തണ്ണിമത്തൻ വാങ്ങാനായി നാട്ടുകാരും വയലിലേക്ക് എത്തുന്നു. വരും വർഷങ്ങളിലും ഇവിടെ കൃഷി ഇറക്കാൻ തന്നെയാണ് കർഷകരുടെയും തീരുമാനം. ക്യാമറമാൻ ആദർശ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.